Hello friends, welcome back to my channel. ടിപ്സ് ട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു അമേസിംഗ് സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷൻ കോൾഡ് VN. ഇത് VN എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് ബിഗിനർ സ്റ്റേജിലുള്ള ഒരു വീഡിയോ എഡിറ്റും ഞാൻ നിങ്ങൾക്ക് ഡെമോ വേർഷനായിട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനും iOS വേർഷനും നിങ്ങൾക്ക് മൊബൈൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇതൊരു കംപ്ലീറ്റ്ലി തികച്ചും ഫ്രീ ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യാതൊരു തരത്തിലുള്ള പേയ്മെൻറ്റും ഇതിൽ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ID അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ID വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് വളരെ അനായാസം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. എന്നിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോയുടെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷനും iOS വേർഷനും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം, ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. ഞാൻ വീഡിയോ ഓടി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് ലിങ്ക് ചെയ്തെങ്കിലും ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറയും. അത് നിങ്ങളുടെ ഫേസ്ബുക്ക് ID വെച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ Gmail ID വെച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ID വെച്ചിട്ടാവാം. ഏതെങ്കിലും ഒരു ID വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് ആക്റ്റീവ് ചെയ്യുന്നതാണ്. വീഡിയോ എഡിറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ന്യൂ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ സ്റ്റോറി, ടെംപ്ലേറ്റ്സ്, ഫോട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതേപോലെ തന്നെ പിന്നെ വേറൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ ടെംപ്ലേറ്റ്സ്. ഇതിനകത്ത് നിങ്ങൾ മുമ്പ് ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോയുടെ ഒരു ടെംപ്ലേറ്റ്സ് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ അത് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ടൈം നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതിലേക്കും പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ഫോട്ടോസ്. നിങ്ങൾക്ക് ഫോട്ടോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം. അതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇന്ന് വേണ്ട ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, ഒരു പ്രൊഫഷണലായിട്ട് രീതിയിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ന്യൂ പ്രൊജക്റ്റിലേക്ക് പോകുന്നു. നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം, ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഏകദേശം ഒരു 2 minutes 40 seconds ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് ആദ്യം വേണ്ടത് വീഡിയോക്ക് സബ് ടൈറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ് ടൈറ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്ന മുന്നേ ആയിട്ട് ഇതിൻ്റെ വീഡിയോക്ക് ബിഗിനിങ് ഫസ്റ്റിലുള്ള ഒരു പ്ലസ് മാർക്ക് ഉണ്ട്. വീഡിയോക്ക് തൊട്ട് നിൽക്കുന്ന ഈ പ്ലസ് മാർക്കല്ല, ഫസ്റ്റ് ടൈറ്റിൽ പോലെ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു മെനു വരും, ഇൻസേർട്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻട്രോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇൻട്രോ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാൻ വീഡിയോ ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു. നമ്മൾ ടൈറ്റിലിൽ നമുക്ക് പറ്റിയൊരു ഫോണ്ട് ടെസ്റ്റ് കൊടുക്കാം, നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. എന്നിട്ട് അതിന് വേണ്ടൊരു ഫോണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടി ഇഷ്ടമുള്ള കളർ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു റെഡ് ആയിട്ടുള്ള കളർ, കോൺട്രാസ്റ്റ് കിട്ടുന്ന കളർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെഡ് ഞാൻ ചൂസ് ചെയ്തു. ഇവിടെ നമുക്ക് നല്ലൊരു ഓക്കെ ഡൺ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇൻഡിൽ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ വീഡിയോയുടെ സൈസ്, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ സൈസ് ഇത് നമ്മൾ മൊബൈൽ വീഡിയോക്കുള്ളതാണ്. ഇപ്പോൾ ടിക്ടോക്ക് പോലത്തുള്ള വീഡിയോ ഫോർമാറ്റാണ്. അപ്പോൾ നമുക്കിത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈസ് ഒന്ന് ചെറുതായിട്ട് വ്യത്യാസം വരുത്തണം. അതിന് വേണ്ടി ഏറ്റവും ടോപ്പിൽ കാണാൻ നിങ്ങൾക്ക് ഒറിജിനൽ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് തരത്തിലുള്ള റിസൊല്യൂഷനുള്ള വീഡിയോസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ 16:9 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡ് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോ യൂട്യൂബ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുമ്പ് ചെയ്ത ടൈറ്റിലിൽ നമുക്കൊന്ന് ഇൻലാർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എൻലാർജ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചില സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ബേസിക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ഇൻട്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇൻട്രോ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രോ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ ഇൻട്രോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇൻട്രോ ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് വീഡിയോ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് നമ്മൾ നല്ലൊരു ഇൻട്രോ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇൻട്രോ കൊടുക്കാൻ പോകുന്നു ജസ്റ്റ് അകത്തേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത ഇൻട്രോ ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രോ നമ്മൾ ചൂസായി. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാം നമുക്ക് ഇൻട്രോ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രോ ആയി, ടൈറ്റിലായി, വീഡിയോ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് വീഡിയോസിന് ഒരു ലോഗോ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ലോഗോ അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ ജസ്റ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിർത്തുക. കാരണം ഇവിടെ നിന്ന് ലോഗോ നമുക്ക് ആവശ്യമില്ല, ഇൻട്രോക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ബിഗിനിങ് സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോഗോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ടാപ്പ് ടു ആഡ് സ്റ്റിക്കർ, അവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫസ്റ്റ് കാണുന്ന പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കർ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ സ്റ്റിക്കർ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ സ്റ്റിക്കർ നമുക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൈസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എം ടി ആയി എടുക്കുന്ന രണ്ട് ഭാഗങ്ങൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടേക്ക് രണ്ട് സ്റ്റിക്കേഴ്സ് ഞാൻ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റിക്കർ ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു, സ്റ്റിക്കേഴ്സ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് രണ്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിക്കേഴ്സ് പ്ലേസ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഒരു സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് നമുക്കൊന്ന് എൻലാർജ് ചെയ്താൽ, കാരണം ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ബിഗിനിങ് ടു എൻഡ് വരെ വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ്, വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് വീഡിയോയുടെ ബിഗിനിങ് സ്റ്റേജിൽ പോയി നിൽക്കാം. എന്നിട്ട് അടുത്തൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൂടെ എടുക്കാം. ഓക്കെ, ഞാൻ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ പൊസിഷൻ മാറിപ്പോയിട്ടുണ്ട്. പൊസിഷൻ നമുക്ക് അവിടെ അല്ല വേണ്ടത്. അപ്പോൾ പൊസിഷൻ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ടത് ജസ്റ്റ് എവിടെയാണ് പൊസിഷൻ, ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് നിർത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പൊസിഷൻ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, ഡൺ. ഓക്കെ, സോ അവിടെ ആ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കും അത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് പൊസിഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുള്ളി കൊടുക്കാം. വെരി ഈസി. ഓക്കെ, സോ നമ്മളെ ടൈറ്റിലായി, ലോഗോ ആയി, അതുപോലെ തന്നെ നമുക്കുള്ള ഇനി ഇതിനൊക്കെ ട്രാൻസാക്ഷൻ കൊടുക്കണം. നമുക്ക് ജസ്റ്റ് എഫക്റ്റ് നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ വേണ്ട എഫക്റ്റ് നമ്മൾ ലോഗോക്ക് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ലോഗോയുടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മെനു ആക്റ്റീവ് ആവും. അവിടെ പോയിട്ട് നമുക്ക് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് അതിനകത്തേക്കുള്ള എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ്. ജസ്റ്റ് ഇതിനകത്തേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അനിമേഷനിൽ പോയിട്ട് അതുപോലെ തന്നെ ലൂപ്പ് ആനിമേഷനിൽ പോയിട്ട് ജസ്റ്റ് ഒരു ട്രാൻസിഷൻ ചൂസ് ചെയ്ത് കൊടുക്കാൻ പോണ്. അത് കണ്ടിന്യൂസ്ലി ആയിക്കൊണ്ടിരിക്കും ലൂപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അതിനൊരു ആനിമേഷൻ കൊടുത്തേക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു കാണുന്നത് ഒരു നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ലൂപ്പ് ആനിമേഷന് പോകാം നമുക്ക്. എന്നിട്ട് ജസ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് മോഡിലേക്ക് അല്ലെങ്കിൽ പെൻഡിയൻ മോഡിലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മോഷൻ മോഡിലേക്ക് അത് മാറിയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ അത് ഓക്കെ കൊടുക്കാം.
മറ്റതിനും സെയിം ഓൾമോസ്റ്റ് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ആട്രിബ്യൂട്ട് നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ടൈറ്റിലിലേക്ക് ഒരു മ്യൂസിക് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിന് സൗണ്ട് കൊടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു മ്യൂസിക് അത്യാവശ്യമായിട്ട് കൊടുക്കണം. അതിന് മ്യൂസിക് കൊടുക്കാനുള്ള ഒരു ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ബാറാണ്. ടാപ്പ് ടു ആഡ് മ്യൂസിക് ജസ്റ്റ് ക്ലിക്ക്. അപ്പോൾ എവിടെയാണോ വേണ്ടത് നമുക്ക് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ കർസർ, നമ്മളെ പോകുന്ന കർസർ അവിടെ വെച്ചിട്ട് വേണം നമുക്കോട്ട് പോകാൻ. എന്നിട്ട് മ്യൂസിക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ എഫക്റ്റ് കൊടുക്കാം. കാരണം ഇവിടേക്ക് എഫക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സൂട്ടാവുക. അപ്പോൾ നമ്മൾ എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു സൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു വേർഷൻ നമുക്ക് ആ സൗണ്ട് ക്രിയേറ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ മ്യൂസിക്. നമ്മൾ മ്യൂസിക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് നമുക്കൊരു മ്യൂസിക്, നമ്മളെ മെയിൻ പ്രൊപ്പോർഷണൽ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് മ്യൂസിക് അതിലേക്ക് പോകുന്നു. നമ്മൾ മ്യൂസിക് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മ്യൂസിക് അതിലേക്ക് ആഡ് ചെയ്യാണ്. ഇപ്പോൾ മ്യൂസിക്കിന് നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു മ്യൂസിക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു മ്യൂസിക്കും കൂടെ ഇതിനകത്തേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വീണ്ടും ഒരു മ്യൂസിക് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേ മ്യൂസിക് നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, കാരണം ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നിങ്ങൾക്ക് വലിയ ലെങ്ത്തുള്ള മ്യൂസിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ യൂട്യൂബിലേക്കൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക് നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോപ്പിറൈറ്റ് മ്യൂസിക് കഴിയുന്നതും ആഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസിലേക്ക് നിങ്ങൾ ആ മ്യൂസിക് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓതേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും അത്തരത്തിലുള്ള മ്യൂസിക് കൊടുക്കാണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മ്യൂസിക്കിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ വീഡിയോസിൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. പ്രിവ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒരു പ്രിവ്യൂ കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഓൾമോസ്റ്റ് എഡിറ്റിംഗ് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് പ്രിവ്യൂ നിങ്ങൾക്ക് ശേഷം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിനെങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. നമുക്കിതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സേവ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാം. അത് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ എക്സ്പോർട്ട് പ്രസ് ചെയ്യാം. എക്സ്പോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നേരിട്ട് നമുക്ക് യൂട്യൂബിലേക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചെയ്യാം. അതല്ല ഇവിടെ ജസ്റ്റ് ഒരു പബ്ലിഷ് ടു എന്നുള്ളിടത്ത് നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അതല്ല നമുക്ക് ഇവിടെ നമ്മളെ മൊബൈലിൽ തന്നെ സേവ് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ ലൈക്കും കമൻറ്റും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇനി ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഗുഡ് ബൈ.